ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഒരു എവേ മത്സരം കളിക്കാൻ പോവുകയാണ് എഗെയിൻസ്റ്റ് ജംഷഡ്പൂർ എഫ് സി. ജംഷഡ്പൂർ എഫ് സിയെ പറ്റി പറയുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം നല്ലൊരു സ്റ്റാർട്ട് ഈ സീസണിൽ അണ്ടർ ഖാലിദ് ജമീൽ കിട്ടിയിട്ടുള്ളൊരു ടീമാണ് അവർ. സോ അവർ ഇടക്കാലത്ത് ചില പ്രശ്നങ്ങൾ, അതായത് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് മുതൽ നവംബറിൽ കുറച്ച് പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ടിരുന്നു. തുടർച്ചയായുള്ള 3 മത്സരങ്ങൾ ഹ്യൂമിലിയേഷൻസ് നേരിടേണ്ടി വന്നിരുന്നു. ആദ്യം നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു 5-0 തോൽവി, ചെന്നൈയിൻ എഫ് സിക്കെതിരെ 5-1 തോൽവി, അതിനുശേഷം മോഹൻ ബഗാനെതിരെ 3-0 തോൽവി. അങ്ങനെ അവർ ഒരു പടുകുഴിയിലേക്ക് വീഴുകയാണ്. ഒരു ചേഞ്ച് ഉണ്ടാകുമോ, ഇപ്പം ഖാലിദ് ജമീലിനെയൊക്കെ അടക്കം സാക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് അവർക്ക് വീണ്ടും ബാക്ക് ടു ബാക്ക് വിൻസ് നേടി തിരിച്ചെത്താൻ സാധിച്ചിരുന്നു. എന്നാൽ അവസാനത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ അവർക്ക് ഒരു 1-0 എന്ന് പറയുന്നൊരു തോൽവി നേരിടേണ്ടി വന്നിരുന്നു. അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സി കളിക്കാനായിട്ട് പോകുന്നു. അതും അവരുടെ സ്വന്തം തട്ടകത്തിൽ കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് 13 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്താണുള്ളതെങ്കിൽ 18 പോയിന്റാണ് ഈ ജംഷഡ്പൂർ എഫ് സിക്കുള്ളത്. 4 പോയിന്റ് ഡിഫറൻസ്. അവർ 8ാം സ്ഥാനത്താണ്. അതായത് ജസ്റ്റ് 2 സ്ഥാനം മാത്രം മുകളിലുള്ള ടീമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 2 മത്സരങ്ങൾ കുറച്ചാണ് ജംഷഡ്പൂർ എഫ് സി കളിച്ചത് എന്നുള്ളതാണ്. ജംഷഡ്പൂർ എഫ് സിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, അവരൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ടീമാണ് എന്നുള്ളതാണ്. അപ്പം അവർക്കെതിരെയുള്ള റിസൾട്ട് ഇപ്പോൾ ഏത് ടീം കളിച്ചാലും അത് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രെഡിക്റ്റബിൾ സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്ത് സംഭവിക്കാമെന്ന് പറയുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്കെതിരെ കളിക്കാൻ പോകുമ്പോഴും ഉണ്ടാകുക. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് 3-0 എന്ന് പറയുന്ന ഒരു വിജയം മുഹമ്മദിനെതിരെ ഹോമിൽ നേടിയിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ അന്ന് സംസാരിച്ചാണ് മുഹമ്മദിൻ്റെ ആ മത്സരത്തിലെ പെർഫോമൻസും നമുക്കും ഫ്ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ 3-0 എൻഡ് ഓഫ് ദ ഡേ ജയിക്കാൻ സാധിച്ചു, 3 പോയിന്റ്സ് സ്വന്തമാക്കാൻ സാധിച്ചു, ഒരു വിന്നിംഗ് വേയിൽ വരാൻ സാധിച്ചു. സോ അത് തുടരാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം അടുത്ത മത്സരം പഞ്ചാബ് എഫ് സിയാണ്. പഞ്ചാബ് എഫ് സി അവർക്ക് കുറേ പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട്, കുറേ പ്ലേയേഴ്സ് ഇല്ലാതെയൊക്കെ ആയിരിക്കും നമുക്കെതിരെ കളിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു മത്സരം വിജയിച്ച് അടുത്ത മത്സരമൊക്കെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്കൊക്കെ ചിറകുകളേകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വരിക. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഹെസൂസ് ഹിമിനസ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ചലഞ്ച്, ഇപ്പം ലൂണയാണെങ്കിലും നവോച്ച, ഫ്രെഡി, ഡാനിഷ് ഇങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങൾ തേർഡ് യെല്ലോയിൽ നിൽക്കുകയാണ്. അതൊരു ചലഞ്ചാണ്. കാരണം ഈ ഒരു മത്സരത്തിൽ ആർക്കെങ്കിലും യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 പേർക്കെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവരെ അടുത്ത മത്സരത്തിൽ പഞ്ചാബിനെതിരെ കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ ആരെ ഒഴിവാക്കാനും പറ്റില്ല ഫസ്റ്റ് 11-ൽ നിന്ന്. കാരണം ഇപ്പം നമുക്ക് നവോച്ചയുടെ കാര്യം എടുക്കാം. നവോച്ച ഫസ്റ്റ് 11 കളിപ്പിച്ചില്ലെങ്കിൽ അതേ ഔട്ട്പുട്ട് കൊടുക്കുന്ന മറ്റാരാണ് എൽ ബിയിലുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ഐബാൻ്റെ പേര് പറയുമെങ്കിൽ ഐബാനൊക്കെ തിരിച്ചു വരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തെ കൂടുതലായിട്ട് RB ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഫ്രെഡിയെ എല്ലാ മിനിറ്റ്സും കളിപ്പിക്കാതെ ഇരിക്കാൻ പറ്റില്ല, കാരണം മറ്റൊരു DM നമ്മുടെ സ്കോഡിലേ ഇല്ല. പിന്നെ വിപിന് പകരമാണ് ഡാനിഷ് കളിക്കുന്നത്. പിന്നെ വേറെ ഓപ്ഷൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അസറൊക്കെ കളിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം അതിലെ ഹെസൂസ് കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ ലൂണെ ഒഴിവാക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു ഫാക്ടറായിരിക്കും. നമുക്ക് ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ജംഷഡ്പൂർ എഫ് സിയുടെ നോക്കാം. ഒരു 4-2-3-1 ഫോർമേഷനിലായിരിക്കും കളിക്കുക. ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പർ എന്ന നിലയിൽ ആൽബിനോ ഗോമസ്, സെൻട്രൽ ബാക്കിൽ സ്റ്റീഫൻ എസെ ആൻഡ് പ്രതീക് ചൗധരി, റൈറ്റ് ബാക്കിൽ അശുതോഷ് മേത്ത, ലെഫ്റ്റ് ബാക്കിൽ മുഹമ്മദ് ഉവൈസ്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ സൗരവ് ദാസ് ആൻഡ് റൈത്ത് ചിക്കാവ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഹാവി ഹെർണാണ്ടസ്, ലെഫ്റ്റിൽ സനാൻ, റൈറ്റിൽ ഇമ്രാൻ ഖാൻ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോൾ ഹാവി സിവേരിയോ ആണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും സെയിം ഒരു 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്, സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പം പ്രീതം ആൻഡ് മിലോസ്, റൈറ്റ് ബാക്കിൽ സന്ദീപ്, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, ഹോൾഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഫ്രെഡി, ഡാനിഷ് ആൻഡ് അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട് എഡ്രിയാൻ ലൂണ ആൻഡ് ഒരു റൈറ്റ് വിംഗർ എന്ന നിലയിൽ കോറു, ലെഫ്റ്റിൽ നോവ ആൻഡ് സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ പെപ്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്താണ് നിങ്ങൾ ഈ ഒരു മത്സരത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എന്ത് സംഭവിക്കാം, 3 വിന്നോ അല്ലെങ്കിൽ ലോസോ അല്ലെങ്കിൽ ഡ്രോ എന്താണെങ്കിലും ഒരു എക്സ്പെക്ട് ചെയ്യുന്നൊരു മത്സരമാണ് ഇത് എന്നുള്ളതാണ്. സോ ജംഷഡ്പൂരിൽ പോയി നമ്മൾ വിജയിച്ചത് വളരെ കുറച്ചാണ്. എനിക്കൊന്ന് 1 മത്സരം മറ്റോ ആണ് വിജയിച്ചിട്ടുള്ളത്. അപ്പം അത് നമുക്ക് എപ്പോഴും അത്ര നല്ലൊരു എവേ ആയിരുന്നില്ല എന്നുള്ളതും ഒരു ഫാക്ടറാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് വിചാരം കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണിക്കാൻ സനിയ.